റെയിൽവേ ജോലി ആഗ്രഹിക്കുന്ന എഞ്ചിനീയറിംഗ് കാൻഡിഡേറ്റിന് ഒരു വലിയ അവസരം. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് അതായത് RRB ജൂനിയർ എഞ്ചിനീയർ JE റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ട്. ആകെ 3993 വേക്കൻസീസാണ് ഈ റിക്രൂട്ട്മെന്റ് വഴി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയിൽ വേക്കൻസി, ക്വാളിഫിക്കേഷൻ, ഏജ് ലിമിറ്റ്, സാലറി, സെലക്ഷൻ പ്രോസസ്സ്, അപ്ലിക്കേഷൻ ഫീസ്, ഇമ്പോർട്ടൻ്റ് ഡേറ്റ്, എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നിങ്ങനെ മുഴുവൻ കാര്യങ്ങളും വിശദമായി നോക്കാം. നോട്ടിഫിക്കേഷൻ CEN 04/2026 എന്ന പേരിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ റെയിൽവേസിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റ്സിലേക്കാണ് ജൂനിയർ എഞ്ചിനീയർ പോസ്റ്റ് ഉള്ളത്. എഞ്ചിനീയറിംഗ് കാൻഡിഡേറ്റിന് പ്രധാനമായും ഈ റിക്രൂട്ട്മെന്റ് ലക്ഷ്യമിടാം. റെലവൻറ്റ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിനിൽ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ഉള്ള കാൻഡിഡേറ്റിന് പോസ്റ്റ് അനുസരിച്ച് അപ്ലൈ ചെയ്യാം. മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, സിവിൽ തുടങ്ങിയ റെലവൻറ്റ് എഞ്ചിനീയറിംഗ് ഡിസിപ്ലിൻസിൽ ഉൾപ്പെടുന്ന പോസ്റ്റ് നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഏത് JE പോസ്റ്റിന് എലിജിബിൾ ആണെന്ന് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലെ പോസ്റ്റ് വൈസ് ക്വാളിഫിക്കേഷൻ നിർബന്ധമായും ചെക്ക് ചെയ്യണം. ഏജ് ലിമിറ്റ് മിനിമം ഏജ് 18 വയസ്സും മാക്സിമം ഏജ് 33 വയസ്സുമാണ്. SC, ST, OBC, PWBD തുടങ്ങിയ റിസർവ്ഡ് കാറ്റഗറിക്ക് ഗവൺമെൻറ് റൂൾസ് പ്രകാരം അപ്ലിക്കബിൾ ഏജ് റിലാക്സേഷൻ ലഭിക്കും. അതുകൊണ്ട് നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചുള്ള എക്സാക്റ്റ് ഏജ് കാൽക്കുലേഷൻ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പരിശോധിക്കുക. ജൂനിയർ എഞ്ചിനീയറിംഗ് പോസ്റ്റിന് 7th CPC പേ മെട്രിക്സ് ലെവൽ 6 ആണ്. ബേസിക് പേ 35,400 മുതൽ ആരംഭിക്കും. ഇതിനു പുറമെ അപ്ലിക്കബിൾ അലവൻസസ് കൂടി ലഭിക്കുന്നതിനാൽ ഓവറോൾ സാലറി ബേസിക് പേനേക്കാൾ കൂടുതലായിരിക്കും. റെയിൽവേയിലെ നല്ലൊരു ടെക്നിക്കൽ ഗവൺമെൻറ് ജോബ് ഓപ്പർച്യൂണിറ്റിയാണിത്. സെലക്ഷൻ പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ RRB JE റിക്രൂട്ട്മെൻറ്റിൽ പ്രധാനമായും CBT 1, CBT 2, തുടർന്ന് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, അതിനുശേഷം മെഡിക്കൽ എക്സാമിനേഷൻ എന്നിങ്ങനെയുള്ള സ്റ്റേജസ് ഉണ്ടായിരിക്കും. CBT 1-ൽ മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിംഗ്, ജനറൽ അവയർനെസ്, ജനറൽ സയൻസ് തുടങ്ങിയ സബ്ജക്റ്റ് ഉൾപ്പെടും. CBT 2-ൽ കൂടുതൽ ഡീറ്റെയിൽഡ് ടെക്നിക്കൽ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുന്നതാണ്. ടെക്നിക്കൽ പ്രിപ്പറേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്ലിക്കേഷൻ ഫീസ് കാറ്റഗറി അനുസരിച്ച് വ്യത്യാസപ്പെടും. ജനറൽ, OBC, EWS കാൻഡിഡേറ്റിന് അപ്ലിക്കബിൾ ഫീസ് നൽകണം. SC, ST, PWBD, വുമൺ, എക്സ് സർവീസ്മെൻ തുടങ്ങിയ എലിജിബിൾ കാറ്റഗറീസിന് നോട്ടിഫിക്കേഷൻ പ്രകാരം ഫീ കൺസെഷൻ റീഫണ്ട് പ്രൊവിഷൻസ് ഉണ്ടായേക്കാം. അതുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലെ ഫീ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുക. അപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തത് 2026 ഓഗസ്റ്റ് 14-നാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 2026 സെപ്റ്റംബർ 13-നാണ്. എക്സാം ഡേറ്റ് പിന്നീട് RRB ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അറിയിക്കും. അപ്ലിക്കേഷൻ ഓൺലൈനായിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ആദ്യം ഒഫീഷ്യൽ RRB വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. പേഴ്സണൽ ഡീറ്റെയിൽസ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, കാറ്റഗറി ഡീറ്റെയിൽസ് എന്നിവ കെയർഫുള്ളി എൻ്റർ ചെയ്യുക. ശേഷം റിക്വയർഡ് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക. ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ തുടങ്ങിയ ഡോക്യുമെൻറ്റ്സ് നോട്ടിഫിക്കേഷൻ സ്പെസിഫിക്കേഷൻസ് അനുസരിച്ച് അപ്ലോഡ് ചെയ്യണം. അപ്ലിക്കേഷൻ ഫീ അപ്ലിക്കബിൾ ആണെങ്കിൽ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്യുക. അവസാനം അപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുൻപ് പ്രധാന ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കി വെക്കുക. 10th സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ മാർക്ക് ഷീറ്റ്, ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്, ആധാർ അല്ലെങ്കിൽ വാലിഡ് ആയിട്ടുള്ള ഒരു ID പ്രൂഫ്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, സിഗ്നേച്ചർ എന്നിവയാണ് വേണ്ടത്. എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് RRB JE റിക്രൂട്ട്മെൻറ്റ് 2026 3993 വേക്കൻസീസ് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക. റെയിൽവേ ജോബ് അപ്ഡേറ്റ്സ്, PSC, SSC, ബാങ്കിങ്, സെൻട്രൽ ഗവൺമെൻറ് ജോബ് നോട്ടിഫിക്കേഷൻസ് എന്നിവ റെഗുലറായി ലഭിക്കാൻ ഡിജിനെസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുൻപ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഒരിക്കൽ കൂടി വായിച്ച് എലിജിബിലിറ്റി ഉറപ്പാക്കിയ ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.